നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് കെമിക്കൽ ബോണ്ടിങ് ആണ് മോളിക്കുലർ സ്ട്രക്ചർ. അപ്പൊ കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫോർമൽ ചാർജ്, അതേപോലെ കോവാലന്റ് ബോണ്ട്, അയോണിക് ബോണ്ട്, ഈ കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഫ്ലെജൻ റൂളിനെ കുറിച്ചാണ്. ഇപ്പൊ ഫ്ലെജൻ റൂൾ എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട് ഓർത്തിരിക്കാൻ എളുപ്പ വഴി മിസ് പറഞ്ഞുതരാം. നമുക്കറിയാം കാറ്റയോണും ആനയോണും അല്ലെ. പോസിറ്റീവ് സൈൻ ഉള്ള ആളാരാ? കാറ്റയോൺ ആണ്, അത് സ്മോൾ ആയിരിക്കണം. അതേപോലെ നെഗറ്റീവ് സൈൻ ആയ ആനയോൺ അത് ലാർജ് ആയിരിക്കണം. അങ്ങനാണെങ്കിൽ എന്താണ്, ഒരു അയോണിക് ബോണ്ടിനെ അല്ലെങ്കിൽ അയോണിക് കോമ്പൗണ്ട് ആയിട്ടുള്ള ഏതൊരാൾക്കാരെ നമുക്ക് കോവാലന്റ് നേച്ചറിലേക്ക് മാറ്റാൻ പറ്റും. ഈ ഫ്ലെജൻ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയോണിക് ആയിട്ടുള്ള ബോണ്ട് ആയിരിക്കും, പക്ഷെ നമുക്ക് കോവാലന്റ് ക്യാരക്ടറിലേക്ക് മാറ്റാൻ പറ്റും. അതിന് വേണ്ട ഒറ്റ കണ്ടീഷൻ ആണ് ഇത്. കണ്ടീഷൻ നമ്പർ 1 എന്താണ്? പോസിറ്റീവ് സൈൻ ആൾക്കാര്, അതായത് കാറ്റയോൺ സ്മോൾ ആയിരിക്കണം, ആനയോൺ ലാർജ് ആയിരിക്കണം. ഇനി നമ്മൾ അടുത്ത കണ്ടീഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജ് ആണ്. ചാർജ് ആണ് ഇവിടെ പറയുന്നത്. ഗ്രേറ്റർ ദ ചാർജ് ഓഫ് കാറ്റയോൺ, കാറ്റയോൺ ഗ്രേറ്റർ ലാർജ് ചാർജ് ആണെങ്കിലും കോവാലന്റ് നേച്ചർ കാണിക്കും. ഇപ്പൊ നമ്മുടെ എക്സാമിന് ചോദിക്കുന്നത്, നമുക്കൊരു എക്സാമ്പിൾ മിസ് പറഞ്ഞാൽ ലിഥിയം ക്ലോറൈഡ്, ഇതൊരു അയോണിക് ആയിട്ടുള്ള നേച്ചർ ആണ്, അയോണിക് ബോണ്ട് ആണ്, പക്ഷെ കോവാലന്റ് ക്യാരക്ടർ കാണിക്കുന്നു. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഈ 2 റീസൺസ് എഴുതി വെച്ചാൽ മതി. ഈ 2 റീസൺ ആണ് ലിഥിയം ക്ലോറൈഡ് അയോണിക് കോമ്പൗണ്ട് ആണ്, പക്ഷെ കോവാലന്റ് നേച്ചർ കാണിക്കാൻ കാരണം. എന്താണ്? കാറ്റയോൺ ലാർജ് ആണ്, സ്മോൾ ആണ് കാറ്റയോൺ, ആനയോൺ എന്ന് പറയുന്നത് ലാർജ് ആയിരിക്കും. ഓക്കെ ആണല്ലോ? ഇതാണ് നമ്മുടെ ഫ്ലെജൻ റൂളിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമ്മൾ പറയാൻ പോകുന്ന ഡൈപോൾ മൂവ്മെന്റ്. അപ്പൊ ഡൈപോൾ മൂവ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ എലമെന്റ്സ് തമ്മിൽ ഒരു ഡൈപോൾ മൂവ്മെന്റ് ഉണ്ട്. ഈ ഡൈപോൾ മൂവ്മെന്റിന് തന്നെ നമ്മൾ പോളാറും പോളാർ മൊമെന്റും നോൺ പോളാർ മൊമെന്റും. ഡൈപോൾ മൊമെന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഇലക്ട്രോൺസിനെ, അതായത് നമ്മൾ ഡൈപോൾ മൊമെന്റ് ആണ് പറയുന്നത്. ഡൈപോൾ മൊമെന്റിനകത്ത് മിസ് പറഞ്ഞു പോളാറും ഉണ്ട് നോൺ പോളാറും ഉണ്ടെന്ന്. ഈ ഡൈപോൾ മൊമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എലമെന്റ്സ് തമ്മിൽ ഇലക്ട്രോണെ ഷെയർ ചെയ്യും. ഇങ്ങനെ ഷെയർ ചെയ്യുന്ന സമയത്ത് ചില എലമെന്റ്സ് ആദ്യം എന്ത് ചെയ്യും? ഷെയർ ചെയ്യും. ഓക്കെയാണ്. ഷെയറിംഗ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഇലക്ട്രോൺസ് പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കില്ല, പക്ഷെ 2 പേർക്കും തുല്യതായിട്ട് ഇങ്ങനെ വീതിച്ചു കൊടുക്കുക. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഒരു ലഡു കൊണ്ടുവന്നിട്ട് ഞാൻ 2 സ്റ്റുഡൻസിനും തുല്യമായിട്ട് വീതിച്ചു കൊടുക്കുന്നത് നമുക്ക് ഷെയറിംഗ് എന്ന് പറയാം. അല്ലാതെ ഞാൻ ഒറ്റ ഒരാൾക്ക് മാത്രമായിട്ട് ലഡു എടുത്തു കൊടുക്കുന്നത് ഷെയറിംഗ് അല്ല, ട്രാൻസ്ഫർ എന്ന് പറയും. നമ്മൾ കെമിസ്ട്രിക്കാരെ ഇലക്ട്രോണിനെ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നെന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഡൈപോൾ മൂവ്മെന്റ് എന്ന് പറയുന്നത് 2 എലമെന്റ്സ് തമ്മിൽ ഇങ്ങനെ ഷെയർ ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഈ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലുള്ള ആൾക്കാർ കുറച്ച് കഴിയുമ്പോൾ സ്വഭാവം കാണിക്കും. ഇലക്ട്രോ നെഗറ്റിവിറ്റി ക്യാരക്ടർ കാണിച്ചു തുടങ്ങും. അപ്പൊ അവരെന്ത് ചെയ്യും? ഷെയർ ചെയ്ത ഇലക്ട്രോണിനെ തന്റെ സൈഡിലേക്ക് വലിക്കും. അപ്പൊ ഇവര് തമ്മിൽ ഒരു ചെറിയ ഫൈറ്റ് ഉണ്ടാവില്ലേ, അതിനെയാണ് നമ്മൾ ഡൈപോൾ മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഡൈപോൾ മൂവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂ ആയിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. മ്യൂ ആണ് അതിന്റെ നൊട്ടേഷൻ വരുന്നത്. പിന്നെന്താ? പോളാരിറ്റി ഓഫ് ആൻ മോളിക്യൂൾസ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ദ ടേം ഓഫ് ഇറ്റ്സ് ഡൈപോൾ മൂവ്മെന്റ്. ഡെഫിനിഷൻ ആണ് മിസ് പറഞ്ഞത് അല്ലെ. ക്യൂ, ഇതിന്റെ ഫോർമുല ഉണ്ട്, അതായത് മ്യൂ ഇസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു ആർ. ക്യൂ എന്ന് പറയുന്നത് മോളിക്യൂൾസിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ്, ഈ ആർ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആണ്. ഇവിടെ എഴുതിയല്ലോ. ഇനി മിസ് പറഞ്ഞു അല്ലെ, ഈ പോളാറും നോൺ പോളാറും എങ്ങനെ പറയും? പോളാർ എന്ന് പറഞ്ഞാൽ മ്യൂ ഇസ് ഈക്വൽ ടു 0 ആയിരിക്കണം. മ്യൂ ഇസ് ഈക്വൽ ടു നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ നോൺ പോളാർ, മ്യൂ ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ അത് പോളാർ ആയിരിക്കും. നോൺ പോളാർ എപ്പോഴും ഡൈപോൾ മൂവ്മെന്റ് കാണിക്കും. ഡൈപോൾ മൂവ്മെന്റ് കാണിക്കുന്നത് നോൺ പോളാർ ആയിരിക്കും. കാരണം എന്താ? മ്യൂ ഇസ് നോട്ട് ഈക്വൽ ടു 0. അവിടെ 0 ആയിരിക്കത്തില്ല മ്യൂ. മിസ് ഒരു എക്സാമ്പിൾ പറയാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. നോക്ക, നമ്മുടെ എക്സാമ്പിൾ ആണ് നമ്മുടെ CO2. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? C ഡബിൾ ബോണ്ടോ, ഇവിടെ C ഡബിൾ ബോണ്ടോ. നമുക്കറിയാം ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതൽ ഫ്ലൂറിൻ, നൈട്രജൻ, ക്ലോറിൻ, ഓക്സിജൻ, ഇവർക്കാണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലായിട്ടുള്ള എലമെന്റ്സ് പീരിയോഡിക് ടേബിളിൽ. അപ്പൊ ഈ ഓക്സിജൻ എന്ത് ചെയ്യും? ഇങ്ങോട്ട് വലിക്കും, ഇലക്ട്രോൺസിനെ ഇങ്ങോട്ടും വലിക്കും. അങ്ങനെ വലിക്കുന്ന 2 ഓക്സിജൻസും അറ്റ് ദ സെയിം ടൈം ആണ് ഇലക്ട്രോൺസിനെ വലിക്കുന്നത് തന്റെ അടുത്തേക്ക്. അപ്പൊ ഇവിടെ ഉണ്ടാവുന്ന ഡൈപോൾ മൂവ്മെന്റ് എന്ത് ചെയ്യും? ക്യാൻസൽ ആയിപ്പോകും.
അതുകൊണ്ട് തന്നെ നമുക്ക് mu is equal to 0 എന്ന് പറയാം. ഇത് പോളാർ ആണ്, കാര്യം ക്യാൻസൽ ആയിപ്പോയി. പക്ഷെ ഇനി നമ്മൾ HF എന്ന് പറയുന്ന ഒരു എലമെന്റിനെ എടുക്കുക. HF, ഹൈഡ്രജനും ഫ്ലൂറിനും. അപ്പൊ നമുക്കറിയാം ഫ്ലൂറിൻ ഇലക്ട്രോൺസിനെ അങ്ങോട്ട് വലിക്കും. അങ്ങനെ വലിക്കുമ്പോൾ ഇവിടെ ഡൈപോൾ മൂവ്മെന്റ് ഉണ്ടാവുന്നുണ്ട്. കാരണം എന്താ, ഇവിടെ ക്യാൻസൽ ആയി പോകുന്നില്ല ഫൈറ്റ്. അതുകൊണ്ട് തന്നെ mu നോട്ട് ഈക്വൽ ടു 0 ആണ്, നോൺ പോളാർ ആണ്. നോൺ പോളാർ എന്ന് പറഞ്ഞ മിസ് പറഞ്ഞു എന്താ, ഡൈപോൾ മൂവ്മെന്റ് ഉണ്ടാവുന്നതിനെയാണ് നോൺ പോളാർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്തയിലേക്ക് പോവാലോ. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള VSEPR തിയറിയാണ്, വാലൻസി ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൽഷൻ തിയറി. അതായത് നമ്മൾ ഒരു ഇലക്ട്രോൺ എടുക്കുമ്പോൾ അവിടെ ഫോഴ്സ് ഓഫ് അട്രാക്ഷനും ഉണ്ട്, അതേപോലെ റിപ്പൽഷനും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇപ്പൊ രണ്ട് ബോൾസ് എടുക്കുക, 2 സ്പ്രിംഗ് ബോൾസ് ഞാൻ എടുക്കുക. അപ്പൊ ഈ സ്പ്രിംഗ് ബോൾസ് എടുക്കുമ്പോൾ എനിക്ക് ഒരുപാട് ഇങ്ങനെ അടുപ്പിക്കാനും പറ്റില്ല, എന്നാൽ കുറെ അടുപ്പിക്കുമ്പോൾ ഇവർ അടുക്കാനുള്ള 2 മാഗ്നറ്റ് ബോൾസ് ഇവിടെ 2 മാഗ്നറ്റ് എടുക്കുമ്പോൾ അത് അട്രാക്റ്റീവ് ഫോഴ്സും ഉണ്ട്, അതേപോലെ സെയിം ഇത് ഡയറക്ഷൻ ആണെങ്കിൽ റിപ്പൽഷൻ ഫോഴ്സും ഉണ്ടാവും അല്ലെ. നമ്മൾ ഫിസിക്സിലൊക്കെ 10th പഠിച്ചിട്ടുള്ള കാര്യം, അട്രാക്ഷൻ ഫോഴ്സ് റിപ്പൽഷനും. സെയിം ആൾക്കാര്, സെയിം വൈബുള്ള ആൾക്കാര് തമ്മിൽ എന്താ ചിലപ്പോൾ അട്രാക്ഷൻ ആണ്, എന്നാ ഡിഫറെന്റ് ആയിട്ടുള്ള വൈബുള്ള ആൾക്കാരോ റിപ്പൽഷൻ ആയിരിക്കും അല്ലെ, നമ്മൾ ഫ്രണ്ട്സിന്റെ കാര്യത്തിലൊക്കെ ചൂസ് ചെയ്യുന്നത്. അതേപോലെയാണ് നമ്മുടെ VSEPR തിയറിയും പറയുന്നത്. The shape of a molecules depend on the number of valency shell electron pair present around the central atom. നമ്മൾ ഒപ്റ്റിറ്റ് റൂൾ പറഞ്ഞപ്പോൾ പറഞ്ഞു നമുക്ക് ഒരു മോളിക്യൂളിന്റെ ഷേപ്പ് പറയാൻ പറ്റില്ല. അത് തന്നെയായിരുന്നു ഒപ്റ്റിറ്റ് റൂളിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ മോളിക്യൂൾസിന്റെ എന്ത് പറയാൻ പറ്റുന്നുണ്ട്, ഷേപ്പ് പറയാൻ പറ്റുന്നുണ്ട്. വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൽഷൻ തിയറി വെച്ച് നമുക്ക് ഒരു മോളിക്യൂളിന്റെ ഷേപ്പ് പറയാൻ പറ്റുന്നുണ്ട്. ആദ്യത്തെ കേസ് എങ്ങനെ പറയാൻ പറ്റുന്നു, ആ സെൻട്രൽ ആറ്റത്തിന്റെ കേസിൽ അതിന് ചുറ്റും ഇതൊരു സെൻട്രൽ ആറ്റമാണ്, ഇതിന് ചുറ്റുമുള്ള ഇലക്ട്രോൺസ് വെച്ചിട്ടാണ് ആ ഷേപ്പ് നമുക്ക് പറയാൻ പറ്റുന്നത്. അതാണ് ആ ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ദ വാലൻസി ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൽ ഈച്ച് അതർ ബിക്കോസ് ദേ ആർ നെഗറ്റീവ്ലി ചാർജ്ഡ്. റിപ്പൽഷൻ നടക്കുന്നുണ്ട് ഇലക്ട്രോൺസ് തമ്മിൽ അല്ലെ. അതുകൊണ്ട് നമ്മള് ഇവിടെ മുകളിൽ ഒരു ഇലക്ട്രോൺ വന്നു കഴിഞ്ഞാൽ നേരെ എവിടെ ആയിരിക്കും, സൈഡിൽ കൊണ്ടുവരത്തില്ല, കാര്യം റിപ്പൽഷൻ നടക്കും. അതുകൊണ്ട് ഇതൊരു സെൻട്രൽ ആറ്റ, സെൻട്രൽ ആറ്റം ഞാൻ ഇങ്ങനെ ഇട്ടു. ഈ സെൻട്രൽ ആറ്റത്തിന് ചുറ്റും ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ ഇവിടെ ഒരു ഇലക്ട്രോൺ വന്നു കഴിഞ്ഞാൽ തൊട്ട് ഇവിടെ ആയിരിക്കത്തില്ല ഇലക്ട്രോൺ വരിക, ചിലപ്പോൾ ഇവിടെ ആയിരിക്കും ഒരു ഇലക്ട്രോൺ വരിക. കാര്യം റിപ്പൽഷൻസ് ഡിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് നമുക്ക് റിപ്പൽഷൻസ് കുറയ്ക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ. അപ്പൊ അതാണ് രണ്ടാമത്തെ പോയിന്റ്, റിപ്പൽഷനും നടക്കുന്നുണ്ട്. അതേപോലെ മൂന്നാമത്തെ, ടു മിനിമൈസ് ദി റിപ്പൽഷൻ ദി ഇലക്ട്രോൺ പെയർ അറേഞ്ച്ഡ് ദംസെൽഫ് ടു മാക്സിമം പോസിബിൾ ഡിസ്റ്റൻസ് ഫ്രം വൺ അനദർ. അതായത് മിസ് ഓൾറെഡി പറഞ്ഞല്ലേ, റിപ്പൽഷൻ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ മുകളിൽ ഒരു ഇലക്ട്രോൺ വന്നു കഴിഞ്ഞാൽ അതിന്റെ തൊട്ടടുത്തോ അല്ലെങ്കിൽ അപ്പുറത്തോ ആയിരിക്കില്ല ഒരു ഇലക്ട്രോൺ, മാക്സിമം ഡിസ്റ്റൻസ് ഇലക്ട്രോൺസ് തമ്മിൽ ഉണ്ടാകും. അതാണ് മൂന്നാമത്തെ പോയിന്റ്. നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ദ പ്രസൻസ് ഓഫ് എൻ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് കോസസ് ഡിസ്ട്രോഷൻ ഇൻ ദ എക്സ്പെക്റ്റഡ് ജോമെട്രി ഓഫ് ദ മോളിക്യൂൾസ്. നമുക്കറിയാം ലോൺ പെയർ വെച്ചിട്ട്, ലോൺ പെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബോണ്ടിൽ ഏർപ്പെടാത്ത ഇലക്ട്രോൺസിനെയാണ് ലോൺ പെയർ എന്ന് പറയുന്നത്. ബോണ്ട് പെയർ എന്ന് പറയുന്നത് ഇലക്ട്രോൺസ്, അതായത് റിയാക്ഷനിൽ പങ്കെടുത്ത ആൾക്കാരെയാണ് ബോണ്ട് പെയർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ലോൺ പെയർ വെച്ചിട്ട്, ലോൺ പെയർ വരുന്ന സമയത്ത് നമുക്ക് എന്ത് പറ്റുന്നുണ്ട്, ജോമെട്രി നമുക്ക് മാറുന്ന ചാൻസ് ഉണ്ട്. ഇപ്പം ഒരു ട്രയാങ്കിൾ പ്ലാനർ എന്ന് പറയുന്ന സ്ട്രക്ചർ വരുന്നുണ്ട്. ആ സ്ട്രക്ചറിനകത്ത് ലോൺ പെയർ കയറി വരിക, അപ്പൊ നമ്മുടെ സ്ട്രക്ചർ വീണ്ടും മാറുന്നുണ്ട്. നമുക്കറിയാം വാട്ടറിന്റെ സ്ട്രക്ചർ എന്താന്ന് വെച്ചാൽ ഒരു ബെൻഡ് ഷേപ്പാ. എന്തുകൊണ്ടാണ് ബെൻഡ് ഷേപ്പ് വരുന്നതെന്ന് നിങ്ങൾ പഠിക്കും, ഇനി വരുന്ന ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ ഈ ബെൻഡ് ഷേപ്പിന് കാരണം ഇതാണ്, ലോൺ പെയർ അവിടെ വരുന്നുണ്ട്. ലോൺ പെയർ വരുന്നതുകൊണ്ടാണ് ജോമെട്രി ചേഞ്ച് ആകും. അതാണ് നാലാമത്തെ പോയിന്റ്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഈ പോയിന്റ് നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണം, ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ദ ഓർഡർ ഓഫ് ദ റിപ്പൽഷൻ ബിറ്റ്വീൻ ഇലക്ട്രോൺ പെയർ ഈസ് ലോൺ പെയർ. അതാണ് നമ്മുടെ LP എന്ന് പറയുന്നത്. അതിനാണ് റിപ്പൽഷൻ കൂടുതലുള്ളത്. രണ്ട് ലോൺ പെയറിന്റെ ഇടയ്ക്കായിരിക്കും റിപ്പൽഷൻ കൂടുതൽ ബോണ്ട് പെയറിനെക്കാട്ടിലും. നമ്മുടെ ഏറ്റവും റിപ്പൽഷൻ കുറവ് നമ്മുടെ ബോണ്ട് പെയറിനായിരിക്കും. അതാണ് BP എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് റിപ്പൽഷൻ ഉള്ളത് ആർക്കാണ്, ഒരു ലോൺ പെയറും ഒരു ബോണ്ട് പെയറും വരുന്ന ആൾക്കാർക്ക് കുറച്ച് റിപ്പൽഷൻ കുറവാണ്. ഏറ്റവും കൂടുതൽ ആർക്കാ, ലോൺ പെയറിന്. ഏറ്റവും കുറവ് ആർക്കാ, ബോണ്ട് പെയറിന്. ഇത് രണ്ടും നിങ്ങൾ ഓർത്തിരിക്കണം. ഇനി പറയാൻ പോകുന്നത്, ആസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഇലക്ട്രോൺ പെയർ ഇൻക്രീസസ് ദ റിപ്പൽഷൻ ഡിക്രീസസ്.
ഇവര് തമ്മിലുള്ള ആംഗിൾ നമ്മൾ ബോണ്ട് പാരാമീറ്റേഴ്സ് പറഞ്ഞു അല്ലെ, ബോണ്ട് ആംഗിൾ. അപ്പൊ ബോണ്ട് ആംഗിൾ എത്രമാത്രം ബോണ്ട് ആംഗിൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് കൂടുന്നുണ്ട്, നമ്മുടെ റിപ്പൽഷൻ ഡിക്രീസ് ചെയ്യും. ഈ പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. ഈ ലാസ്റ്റ് 2 പോയിന്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് നമ്മുടെ VSEPR തിയറിക്കകത്ത്. VSEP തിയറി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് മിസ് വിചാരിക്കുന്നു. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചറിനകത്ത് നമ്മുടെ MO തിയറി, അതേപോലെ VSEP തിയറി, വാലൻസി തിയറി, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ബേസിസ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ അല്ലേ? അപ്പൊ അടുത്തയിലേക്ക് നമുക്ക് പോവാലോ. ഇനി നമ്മൾ പറയാൻ പോകുന്ന കുറച്ച് ജോമെട്രി ആണ്, അതായത് ഷേപ്പ്. നമ്മൾ പറഞ്ഞു കുറച്ച് മുമ്പ് നമ്മൾ പറഞ്ഞപ്പോൾ VSEPR തിയറി വെച്ചിട്ട് നമുക്ക് മോളിക്യൂൾസിന്റെ ഷേപ്പ് പറയാൻ പറ്റും. അങ്ങനെ എങ്ങനെയാണ് നമുക്ക് ഒരു മോളിക്യൂൾസിന്റെ ഷേപ്പ് പറയാൻ പറ്റുന്നത്? ഇത്രയും ഷേപ്സ് ആണ് നമ്മൾ പറയുന്നത്. ഇതിനകത്ത് നമുക്ക് ലോൺ പെയർ വരുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഷേപ്പ് എന്ത് ചെയ്യുന്നുണ്ട്, ചേഞ്ച് ആവുന്നുണ്ട്. അതാണ് നമ്മൾ ലാസ്റ്റത്തെ ആ സെക്കൻഡ് ലാസ്റ്റ് പോയിന്റ് മിസ് പറഞ്ഞില്ലേ ഇമ്പോർട്ടന്റ് ആണെന്ന്. നമ്മുടെ ലോൺ പെയർ വരുമ്പോൾ നമ്മുടെ ചേഞ്ച് ആവുന്നുണ്ട്, ഈ ജോമെട്രിയിൽ നിന്നും ചേഞ്ച് ആകും. അങ്ങനെയാണ് നമ്മുടെ വാട്ടർ ചേഞ്ച് ആയി ബെൻഡ് ഷേപ്പിലേക്ക് വരുന്നത്. അത് വാട്ടർ മിസ് എടുത്തെടുത്ത് പറയുന്നത് അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസിൽ ചോദിക്കുന്ന കാര്യമാണ് വാട്ടറിന്റെയും അതേപോലെ നമ്മുടെ NF3 NH3 ഇതിന്റെ കേസ്. അപ്പൊ നമ്മൾ ആദ്യം പറയുന്നത് ഇനി നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയർ 2 ആയിരിക്കും. അറേഞ്ച്മെന്റ് ഓഫ് ഇലക്ട്രോൺ എങ്ങനെയായിരിക്കും, ലീനിയർ ആയിട്ട്, അത് നേരെ ഇരിക്കും. നമ്മൾ ഓർക്കേണ്ട ഒരു സ്കെയില്. മിസ് ഇതാ ഈ പെൻ പിടിച്ചിരിക്കുന്നു, ഇങ്ങനെ പോകുന്ന ഒരു ചെയിൻ പോളിമർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ, ചെയിൻ പോളിമർ, അതേപോലെ ബ്രാഞ്ച് പോളിമർ, ഇതൊക്കെ നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിക്കകത്ത് പഠിച്ചിട്ടുള്ളതാ. അപ്പൊ നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതുന്നത്, നേരെ എഴുതി പോകുന്നത്. ചെയിൻ എന്ന് പറയുമ്പോൾ നേരെ പോകുന്ന ആൾക്കാർ. ഈ നേരെ പോകുന്ന ആൾക്കാരാണ് ലീനിയർ ആയിട്ടുള്ളവര്. ലീനിയറിന് എക്സാമ്പിൾ ആണ് BCl2 HgCl2 ഒക്കെ ലീനിയറിന്. അവിടെ 2 ആൾക്കാരായിരിക്കും. ഇലക്ട്രോൺ പെയർ എന്ന് പറയുന്നത് 2, നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയർ 2 ആയിരിക്കും. BCl2, B ആണ് സെൻട്രൽ ആറ്റം വരിക, Cl2 ആണ്, 2 Cl2 വരും. അപ്പം ഈ ബിക്കും അവിടെ എന്താ Cl ആയിരിക്കും, ഇവിടെ Be ആയിരിക്കും. ഇങ്ങനെ ആയിരിക്കും ഈ ലീനിയർ. അതായത് എക്സാമ്പിൾ BCl2ന്റെ എക്സാമ്പിൾ എഴുതുമ്പോൾ Cl സിംഗിൾ ബോണ്ട് B സിംഗിൾ ബോണ്ട് Cl ഇങ്ങനെ ആയിരിക്കും വരിക. ഇവര് തമ്മിലുള്ള ആംഗിൾ എത്ര ആയിരിക്കും, 180 ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ലീനിയർ എന്ന് വിളിക്കുന്നത്. 180 ഡിഗ്രി ഉള്ള എല്ലാവരെയും നമ്മൾ വിളിക്കുന്നത് എന്താണ്, ലീനിയർ എന്നായിരിക്കും. ഓക്കെ അല്ലേ? ചെയിൻ പോളിമർ എന്ന് വെച്ച് നിങ്ങൾ ഓർത്താൽ മതി. ഇത് ചെയിൻ പോളിമർ എന്നല്ല മിസ് പറയുന്നത്. ചെയിൻ പോളിമർ നിങ്ങൾ മനസ്സിൽ ഓർത്താൽ മതി. ചെയിൻ ഒരു ട്രെയിൻ പോലെ പൊക്കോണ്ടിരിക്കും. അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ വിളിക്കുന്നതാണ് ലീനിയർ എന്ന്. അവരുടെ ആംഗിൾ എത്രയാണെന്ന് ചോദിച്ചാൽ 180 ആയിരിക്കും. എക്സാമ്പിൾ BCl2 HgCl2 ഒക്കെ ആയിരിക്കും. എസ്ട്രസ് ഉണ്ട്. ഇപ്പൊ 2 എക്സാമ്പിൾ നമ്മൾ പഠിച്ചാൽ മതി. ഇനി നമ്മൾ 3, അതായത് ഇലക്ട്രോൺ പെയർ 3 ആൾക്കാർ വരും. 3 വരുമ്പോൾ നമുക്കറിയാം ട്രൈ ആണ്. അതേപോലെ ട്രയാങ്കിൾ, ട്രൈ എന്ന് ഓർത്താൽ മതി. 3 വരുമ്പോൾ നമുക്കറിയാം ട്രൈ ആണ് വരിക. അപ്പൊ ട്രയാങ്കിൾ പ്ലാനർ ആണ് വരിക. നമുക്കറിയാം ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ഒരു ട്രയാങ്കിൾ എടുക്കുക. ആ ട്രയാങ്കിൾ വരുമ്പോൾ അതായത് ആംഗിൾ വരുന്നത് 120 ഡിഗ്രി ആയിരിക്കും. ട്രയാങ്കിൾ പ്ലാനർ എന്ന് പറയുമ്പോൾ തന്നെ ആംഗിൾ വരുന്നത് 120 ഡിഗ്രി ആയിരിക്കും. എക്സാമ്പിൾ ആയിട്ട് ഓർക്കാൻ നമുക്ക് ട്രയാങ്കിൾ പ്ലാനർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫാൻ, നമ്മളെല്ലാവരും വെട്ടിക്കിടന്നു മുകളിലോട്ട് നോക്കും, നമ്മൾ കാണുന്നതാണ് ഫാൻ അല്ലേ. ഫാനിന്റെ ലീഫ് പോലെ ആയിരിക്കും നമ്മുടെ ഇരിക്കുക. BF3 എന്ന് പറയുമ്പോൾ B സെന്ററിൽ വരും, മുകളിൽ ഒരു F കാണും, സൈഡിൽ ഒരു F, ഇവിടെ ഒരു F. ഇങ്ങനെയാണ് നമ്മുടെ BF3 എഴുതുക. ഓക്കെ ആണല്ലോ? അതൊരു ട്രയാങ്കിൾ പ്ലാനർ ആണ്. 3 പേരായിരിക്കും. ഇലക്ട്രോൺ പെയർ എന്ന് പറയുന്ന ആൾക്കാർ എത്ര ആയിരിക്കും, 3 ആയിരിക്കും. 3 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഓർക്കാൻ എളുപ്പമാണ് ട്രയാങ്കിൾ. ട്രൈ എന്ന് ഓർത്താൽ മതി. നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ട്സ് പഠിച്ചപ്പോൾ നമ്മൾ മെത്ത്, എത്ത്, പ്രൊപ്പ് അങ്ങനെയൊക്കെ പഠിച്ചിട്ടില്ലേ? അതേപോലെ 3 ആൾക്കാർ ട്രയാങ്കിൾ പ്ലാനർ. മറ്റേത് ലീനിയർ, നേരെ പോകുന്ന ആൾക്കാരാണെങ്കിൽ ലീനിയർ, ചെയിൻ പോലെ പോകുന്ന ആൾക്കാരെ നമ്മൾ ലീനിയർ എന്നാണ് വിളിക്കുന്നത്. ഇനി നമ്മൾ പറയുന്ന 4 പേരാണ്. ഇപ്പൊ നമ്മൾ 2, 3 കാര്യങ്ങൾ പറഞ്ഞു. ഇനി 4 ആൾക്കാർ വരുമ്പോൾ എങ്ങനെയായിരിക്കും? 4 വരുമ്പോൾ ടെട്രാഹെഡ്രൽ ആണ്. ടെട്രാഹെഡ്രൽ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ എല്ലാവരും ഇപ്പം സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ നമുക്കറിയാം കുറെ ആൾക്കാർ യൂട്യൂബേഴ്സ് അങ്ങനെ കാര്യങ്ങളൊക്കെ കാണും. അപ്പൊ നമ്മുടെ ക്യാമറ സ്റ്റാൻഡ് അല്ലേ, നമ്മുടെ ട്രൈപോഡ് എങ്ങനെ ഇരിക്കുക,
ഒരു കൈ മുകളിലോട്ട് നമ്മുടെ ക്യാമറ സെറ്റ് ചെയ്യാനും ബാക്കി 3 കാലുകളായിരിക്കും തറയിൽ സ്റ്റേബിൾ ആക്കി വെക്കുക. അതേപോലെയാണ് നമ്മുടെ ടെട്രാഹെഡ്രലും. ടെട്രാഹെഡ്രലിനെ എങ്ങനെ നോക്കിയാലും ഒരാൾ മുകളിലോട്ടും ബാക്കി 3 ആൾക്കാർ താഴോട്ടായിരിക്കും. അതായത് ഇവിടെ CH4 ഒരാള് മുകളിലോ ഒരു H മുകളില് ബാക്കി 3 പേരും താഴോട്ടായിരിക്കും. നമ്മുടെ ട്രൈപോഡ് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ടെട്രാഹെഡ്രലിന്റെ എക്സാമ്പിൾ ആയിട്ട് ഓർക്കേണ്ട എന്താ, ട്രൈപോഡ് പോലെ ആയിരിക്കും അതിന്റെ സ്ട്രക്ചർ ഇരിക്കുക. എങ്ങനെ സ്ട്രക്ചർ, ഒരാൾ എങ്ങനെ നോക്കിയാലും മുകളിലോട്ടായിരിക്കും, ബാക്കി 3 പേര് താഴെ സ്റ്റേബിൾ ആക്കി വെക്കാൻ. മറ്റേ നമ്മുടെ ട്രയാങ്കിൾ പ്ലാനർ ആണെങ്കിലോ നമ്മുടെ ഫാന് 3 ലീഫ് ഓർത്താ മതി. അതാണ് നമ്മുടെ ട്രയാങ്കിൾ പ്ലാനർ. ടെട്രാഹെഡ്രൽ എന്ന് പറയുമ്പോൾ ട്രൈപോഡ്. ഓക്കെ ആണല്ലോ. അവിടെ വരുന്ന ആംഗിൾ എന്ന് പറയുന്നത് 109.5 ഡിഗ്രി ആയിരിക്കും. 109.5 ഡിഗ്രി ആണ്. മറ്റേ ലീനിയർ എന്ന് പറയുമ്പോൾ 180 ആണ്. ട്രയാങ്കിൾ പ്ലാനർ എന്ന് പറയുമ്പോൾ 120 ആണ്. ടെട്രാഹെഡ്രൽ എന്ന് പറയുമ്പോൾ 109.5 ആണ് വരുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ പറയുന്ന 5 ആൾക്കാരാണ്. ഇലക്ട്രോൺ പെയർ എന്ന് പറയുന്നത് 5 ആണെങ്കിൽ അത് ട്രയാങ്കിൾ ബൈ പിരമിഡാ. അപ്പൊ നിങ്ങൾ ചോദിക്കും അതെന്താ ട്രയാങ്കിൾ ബൈ പിരമിഡ് വന്നേന്ന്. ബൈ പിരമിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി 2 പിരമിഡ് പോലാണ്, ഒരു ട്രയാങ്കിൾ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഈ ആൾക്കാര് ട്രയാങ്കിൾ ബൈ പിരമിഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ട്രയാങ്കിൾ പ്ലാനറിന്റെ ഷേപ്പ്, ആ ട്രയാങ്കിളിനകത്തോട്ട് 2 പിരമിഡുകൾ വരുന്ന സമയത്ത് മുകളിൽ ഇവിടുന്ന് ഇങ്ങനെ ഒരു പിരമിഡും അതേപോലെ ഇവിടുന്ന് താഴെ ഒരു പിരമിഡ് ഉണ്ട്. അതുകൊണ്ട് 2 ഉള്ളതുകൊണ്ടാണ് നമ്മൾ ബൈ എന്ന് എഴുതിയത്, ബൈ പിരമിഡുകൾ എന്ന്. ട്രയാങ്കിൾ, ഇതിന്റെ ഉള്ളിൽ ഒരു ട്രയാങ്കിളും ഉണ്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇങ്ങനല്ലേ ട്രയാങ്കിൾ വരാ, അതുകൊണ്ട് 190 ഡിഗ്രി ആണ് വരിക ആംഗിള്. ഈ ട്രയാങ്കിളിനകത്ത് ബൈ പിരമിഡും കയറി വരുന്നുണ്ട്. അപ്പൊ ഓൾറെഡി ട്രയാങ്കിൾ 120 ഡിഗ്രി ആണെന്ന് പറയാം അല്ലെ. ആകെ ഇങ്ങനെ ഒരു സാധനം വരുന്നുണ്ട് നമ്മുടെ ബൈ പിരമിഡ്. ഇതിനകത്തുനിന്ന് നമുക്ക് 190 എടുക്കാം അല്ലെ. 190 എടുത്തൂടെ? 190 എടുക്കാലോ. 2 പിരമിഡുകൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു. മുകളിലും താഴെയായിട്ടാണ് 2 പിരമിഡുകൾ വരിക. ഈ പിരമിഡുകൾ കട്ട് ചെയ്യുമ്പോൾ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 90 ആയിരിക്കും. ഓൾറെഡി ട്രയാങ്കിൾ പ്ലാനറിന്റെ ആംഗിൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 120 ആണ്. അതുകൊണ്ടാണ് ഇവിടെ 120 കാണിച്ചത്, ഇവിടെ 90 വന്നത്. 90 വരുന്നത് ബൈ പിരമിഡിന്റെ ആയിരിക്കും. ട്രയാങ്കിളിന്റെ ആണ് 120 ഡിഗ്രി വരിക. അതുകൊണ്ട് ട്രയാങ്കിൾ ബൈ പിരമിഡ് ആയിരിക്കും 5 PCl5. P ആണ് സെൻട്രൽ ആറ്റം. ഈ പിരമിഡിന്റെ സ്ട്രക്ചർ നമ്മൾ എങ്ങനെ വന്നു? ഒരാള് ഒരു Cl മുകളില്, ഒരാള് താഴോട്ട്, വേറൊരാൾ താഴോട്ട് അല്ലെ. ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് ഇതും കൂടെ വരുന്നുണ്ട്. ഏത്? ഇങ്ങനാണ് നമ്മുടെ സ്ട്രക്ചർ വരിക അല്ലേ. ഇങ്ങനെ ഒരു സ്ട്രക്ചർ ആണ് നമുക്ക് PClനകത്തോട്ട് വരിക. ഓക്കെ ആണല്ലോ. ഇതിന്ന് നിങ്ങൾക്ക് ഇത് ചോദിക്കില്ല. അതായത് PClന്റെ സ്ട്രക്ചർ വരയ്ക്കാനായിരിക്കില്ല ചോദിക്കുക. ഈ പേര് തന്നിട്ട് മിസ് പറഞ്ഞില്ലേ വാട്ടർ, അതെങ്ങനെ ചേഞ്ച് ആയത്, അതേപോലെ സീസോ ആയിട്ടുള്ള സ്ട്രക്ചർ എങ്ങനെ വന്നു, ഇങ്ങനത്തെ കാര്യങ്ങളായിരിക്കും കൂടുതലും. അമോണിയം വാട്ടറും ആണ് ചോദിച്ചിരിക്കുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്, അമോണിയം വാട്ടറും. അപ്പൊ നമ്മൾ ട്രയാങ്കിൾ ബൈ പിരമിഡ് പറഞ്ഞു. ലാസ്റ്റ് നമുക്ക് ഒക്ടാഹെഡ്രൽ. ഒക്ട എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 8 ആണെന്ന്. പക്ഷെ ഇവിടെ 8 അല്ല വരിക, 6 വേറെ കേസാണ് നമ്മൾ പറയുന്നത്. ഒക്ട എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 8 ആണെന്ന്. അപ്പൊ നിങ്ങൾ വിചാരിക്കരുത് 8 ആണ്. പക്ഷെ നമ്മൾ 6 വേറെ കേസാണ് പറയുന്നത്. 6 നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയർ എന്ന് പറയുന്നത് 6 ആണ്. നമ്മൾ 2 എന്ന് പറയുമ്പോൾ ലീനിയർ ആന്ന് പറഞ്ഞു, അവിടെ 180 ഡിഗ്രി ആണ്. 3 എന്ന് പറയുമ്പോൾ ട്രയാങ്കിൾ പ്ലാനർ ആണ്, അവിടെ 120 ഡിഗ്രി ആണ് വരുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞ 4 ടെട്രാഹെഡ്രൽ 109.5 ആണ് വരുന്നത്. പിന്നെ 5 ആണ് ട്രയാങ്കിൾ ബൈ പിരമിഡ് ആണ് വരുന്നത്. അവിടെ ഒരു ആംഗിൾ ബൈ പിരമിഡ് എന്ന് പറയുമ്പോൾ ഒരു ആംഗിൾ 90ഉം മറ്റേ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ 120 ഡിഗ്രി ആണ് വരുന്നത്. ഇനി നമ്മൾ പറയുന്ന 6 ലാസ്റ്റത്തെ നമ്പർ ഓഫ് ഇലക്ട്രോൺ 6 വരുന്നത് ഒക്ടാഹെഡ്രൽ ആണ്. പക്ഷെ 8 പേരല്ല അവിടെ വരുന്നത്, അവിടെ എല്ലാവരും 90 ഡിഗ്രി ആയിരിക്കും വരിക. ആംഗിൾ മനസ്സിലായല്ലോ. SF6 ആണ് എക്സാമ്പിൾ ആയിട്ട് വരിക. ഇതാണ്, ഇത്രയാണ് നമ്മുടെ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യാനുള്ള ഇത്.
നമ്മൾ മെയിൻ ആയിട്ട് പറയേണ്ട ഈ 6 സ്ട്രക്ചർ, ഈ 6 ജോമെട്രിയിൽ നിന്നാണ് നമ്മൾ ബാക്കിയുള്ള ജോമെട്രീസിലേക്ക് പോകുന്നത്. ലോൺ പെയറിന്റെ കേസ് വരുമ്പോൾ ഈ ജോമെട്രികൾ മാറി മാറി വരും. ഈ ട്രയാങ്കിൾ പ്ലാനർ ആയിരിക്കണം വരേണ്ടത്. പക്ഷെ ലോൺ പെയർ വരുന്നോണ്ട് അത് ചിലപ്പോൾ ബെൻഡിലേക്ക് പോവാ, അല്ലെ സീസോയിലേക്ക് പോവാ, വേറെ ഏതിലേക്കെങ്കിലും മാറാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ അടുത്തയിലേക്കാണ് പോകുന്നത്. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്ന വാലൻസി ബോണ്ട് തിയറി, VBT. നമ്മൾ മറ്റേത് വാലൻസി ഷെൽ റിപ്പൽഷൻ തിയറിയാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് നമ്മൾ ജോമെട്രി പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്ന വാലൻസി ബോണ്ട് തിയറിയാണ് VBT. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കേസാണ്. VBT നമ്മൾ പറഞ്ഞു, മിസ് പറഞ്ഞാൽ ഈ ചാപ്റ്ററിൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാരാണ് വാലൻസി ഷെൽ റിപ്പൽഷൻ തിയറി, അത് കഴിഞ്ഞ് വാലൻസി ബോണ്ട് തിയറി, പിന്നെ മോളിക്കുലർ ഓർബിറ്റ് തിയറി. ഈ കേസസ് ആണ് നമ്മൾ പറയുന്നത്. ഇനി ഹൈബ്രിഡൈസേഷൻ ഉണ്ട്, അതും കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. അത് കഴിഞ്ഞ് ഈ ചാപ്റ്റർ തീരും. അപ്പൊ നമ്മൾ ഈ പറയാൻ പോകുന്ന ബാലൻസി ബോണ്ട് തിയറിയാണ് VBT. VBT കേസിൽ നമ്മൾ 2 ആറ്റം എടുക്കും, അല്ലെ 2 മോളിക്യൂൾസ് എടുക്കും. നമുക്കറിയാം 2 മോളിക്യൂൾസ് ചേർന്നാണ്, 2 ആറ്റം ചേർന്നിട്ടാണ് ഒരു മോളിക്യൂൾ ഉണ്ടാകുന്നതെന്ന് നമുക്കറിയാം. അപ്പൊ 2 ആറ്റം എടുത്തു, ഞാൻ ഈ 2 ആറ്റം എടുത്തു. ഇത് 2 ഹൈഡ്രജൻ ആറ്റംസ് ആണെന്ന് വെക്കുക. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത് കൺസിഡർ 2 ഹൈഡ്രജൻ ആറ്റംസ് A and B അപ്രോച്ചിങ് ഈച്ച് അതർ. അതായത് എയും ബി എന്ന് പറഞ്ഞ 2 ഹൈഡ്രജൻ ആറ്റം ഞാൻ എടുത്തു. ഈച്ച് ഹൈഡ്രജൻ ആറ്റം കണ്ടെയ്ൻസ് 1 ന്യൂക്ലിയസ്. Na എന്ന് പറയുന്നത്, ഇങ്ങനെ എഴുതുന്ന Na എന്ന് പറയുന്നത് ഈ ഒന്നാമത്തെ ആറ്റത്തിന്റെ ആണെങ്കിൽ ഈ രണ്ടാമത്തെ ആണ് Nb എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. 1 ഇലക്ട്രോൺ Ea എന്ന് പറയുന്നത്, ഇവിടെ ഉള്ള ഒരു ഇലക്ട്രോൺ ആണ് Eaയും ഇവിടെ ഉള്ള ഒരു ഇലക്ട്രോൺ ആണ് Eb എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ അങ്ങനെ പറയുന്നത് as the 2 atoms come closer. നമുക്കറിയാം ഇവിടെ ഫോഴ്സ് ഓഫ് അട്രാക്ഷനും ഉണ്ട് റിപ്പൽഷനും ഉണ്ട്. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കാരണം ഈ 2 ആറ്റം എന്ത് ചെയ്യും, ക്ലോസ് അടുത്തേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ അടുത്തേക്ക് വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ന്യൂ അട്രാക്റ്റീവ് ആൻഡ് റിപ്പൽഷൻ ഫോഴ്സ് സ്റ്റാർട്ട് ആക്ടിങ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ്. ഈ 2 പാർട്ടിക്കിൾസിന്റെ ഇടയ്ക്കിലും മിസ് ഓൾറെഡി പറഞ്ഞു അട്രാക്ഷൻ ഫോഴ്സും ഉണ്ട് റിപ്പൽഷൻ ഫോഴ്സും ഉണ്ട്. അതുകൊണ്ട് ഇവർക്ക് ഒരുപാട് അടുത്തേക്ക് വരാനും പറ്റില്ല, ഒരുപാട് ഇവർക്ക് വിട്ടു നിൽക്കാനും പറ്റില്ല. കാര്യം ഒരുപാട് അടുത്തേക്ക് വന്ന റിപ്പൽഷൻ കാരണം തീർച്ചു പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഒരുപാട് റിപ്പൽഷൻ വന്നു കഴിഞ്ഞാൽ ഇവര് ഒരു പോയിന്റ് കഴിയുമ്പോൾ ഇവര് തമ്മിൽ യാതൊന്നുമില്ല ന്യൂട്രൽ അവസ്ഥയിലേക്ക് പോകും, അല്ലെ. നമുക്കിപ്പോ തന്നെ നമ്മുടെ ഫോണിൽ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തു പാട്ട് കേൾക്കാൻ വേണ്ടി. അതിൽ പറയുന്ന ഒരു ഡിസ്റ്റൻസ് ഉണ്ട്, അത് കഴിഞ്ഞ് നമുക്ക് കേൾക്കാൻ പറ്റില്ല, അല്ലെ. അങ്ങനെ ഒരു പ്രശ്നമാണ് നമ്മുടെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആൻഡ് റിപ്പൽഷൻ തിയറിക്കകത്തും അത് തന്നെയാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് വെൻ അട്രാക്റ്റീവ് ഫോഴ്സ് ഡൊമിനേറ്റ് ദ ആറ്റംസ് കം ക്ലോസർ ഇനഫ് അറ്റ് an optimum intermolecular distance attractive and repulsion force balance each other. At this point a stable covalent bond is formed due to overlapping of atomic orbits. ഇതിനകത്ത് ഈ ഓവർലാപ്പിന്റെ കേസ് നിങ്ങൾ നോക്കണ്ടേ. നമ്മൾ അടുത്ത് പറയാൻ പോകുന്ന ഓവർലാപ്പിംഗ് ഹൈബ്രിഡൈസേഷനകത്ത് നമ്മൾ ഓവർലാപ്പിംഗ് പറയുന്നുണ്ട്, അല്ലെ. നമുക്കറിയാം നമ്മൾ കുറെ സബ്ഷെല്ല് പഠിച്ചിട്ടുണ്ട്, SP അങ്ങനെ നമ്മൾ കുറെ സബ്ഷെല്ല് പഠിച്ചിട്ടുണ്ട്. ഇവര് തമ്മിലുള്ള ഓവർലാപ്പിംഗിന്റെ കേസാണ് നമ്മുടെ ഓവർലാപ്പിംഗ് ഓർബിറ്റ് അറ്റോമിക് ഓർബിറ്റ്സ് എന്ന് പറയുന്നത്, വിച്ച് ഈസ് ദ ബേസ് ഓഫ് വാലൻസി ബോണ്ട് തിയറി ആണ്. ഇവിടെ ഈ NAയും NBയും ഉണ്ട്, അതേപോലെ EBയും EAയും. ഇവര് ആരൊക്കെ തമ്മിലായിരിക്കും, ഈ NA എന്ത് ചെയ്യും, EB ആയിട്ട് ഒരു അട്രാക്ഷൻ ഉണ്ടാവുന്നുണ്ട്. അതേപോലെ നമ്മുടെ EBക്ക് EAയുമായിട്ട് ഒരു അട്രാക്ഷൻ. നമുക്ക് അട്രാക്ഷൻ നടക്കണമെങ്കിൽ ഓപ്പോസിറ്റ് ആയിരിക്കണം, എങ്കിലല്ലേ അട്രാക്ഷൻ ഫോഴ്സ് നടക്കും. സെയിം സൈൻസ് വന്ന റിപ്പൽഷൻ ആണ് നമ്മുടെ കെമിസ്ട്രി ഇലക്ട്രോണിന്റെ കേസിൽ നടക്കുന്നത്. അപ്പൊ ഇവര് തമ്മിൽ എന്ത് ചെയ്യും, റിപ്പൽഷൻ ആയിരിക്കും. ഇവര് തമ്മിലും റിപ്പൽഷൻ ആയിരിക്കും. ഇത് നമ്മൾ ഒരു ബോക്സിന്റെ കേസിൽ പറയുകയാണെങ്കിൽ ഇങ്ങനല്ലേ നടക്കുന്നത്. നമ്മുടെ NAക്ക് EBയോട് ഒരു അട്രാക്ഷൻ ഫോഴ്സ് കാണും, NBക്ക് EA ആയിട്ട് ഒരു അട്രാക്ഷൻ ഫോഴ്സ് കാണും.
ഇവിടെ നടക്കുന്ന റിപ്പൽഷൻ എയും എൻ ബിയും റിപ്പൽഷൻ ആയിരിക്കും, അതേപോലെ ഇയും ഇ ബിയും തമ്മിൽ റിപ്പൽഷൻ ആയിരിക്കും. ഓക്കെ ആണല്ലോ, ഇതാണ് ഇവിടെ നടക്കുന്നത്. ഇതാണ് നമ്മൾ നേരത്തെ റിപ്പൽഷൻ ഫോഴ്സ്, ഒരു പുതിയ ഇന്റർമോളിക്കുലർ ഡിസ്റ്റൻസ് കാരണം നമുക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്, ബാലൻസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ കോവാലന്റ് ബോണ്ട് ഈസ് ഫോംഡ്. അവിടെ കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നത് എങ്ങനെ, ഓവർലാപ്പിംഗ് ഓഫ് അറ്റോമിക് ഓർബിറ്റ്സ് കാരണമാണെന്ന് നമ്മൾ പറഞ്ഞു. ഇതാണ് നമ്മുടെ വാലൻസി ബോണ്ട് തിയറി വെച്ചിട്ട് ഇത്ര മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഇനി ഇതിൽ നിന്ന് ഹൈഡ്രജന്റെ ഒരു ഗ്രാഫ് ഉണ്ട്, ഹൈഡ്രജൻ ആറ്റം എടുത്തിട്ട് ഒരു ഗ്രാഫ് ഉണ്ട് നമുക്ക്. എങ്ങനെയാന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ നമ്മുടെ ഗ്രാഫ് വരുന്നത്. അപ്പൊ നമ്മൾ ഇനി പറയാൻ പോകുന്നത് നമ്മുടെ ഹൈഡ്രജൻ ആറ്റം വെച്ചിട്ട് ബോണ്ട് എനർജിയും ബോണ്ട് ലെങ്തിന്റെയും കേസസിലാണ് പറയാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ബോണ്ടഡ് എച്ച് ആറ്റം ആണ് താഴെ എടുക്കുക, അതേപോലെ ഇ ആണ് മുകളിൽ എടുക്കുക. ഈ ഗ്രാഫിനകത്ത് നമ്മൾ കാണിക്കുന്നുണ്ട്, നമ്മൾ പറഞ്ഞു ഓൾറെഡി 2 ഹൈഡ്രജൻ ആറ്റം എടുത്ത് കമ്പൈൻ ചെയ്യുമ്പോഴാണ് ഹൈഡ്രജൻ മോളിക്കുലർ ആയിട്ട് മാറുക എന്ന്. അപ്പൊ ഈ 2 ഹൈഡ്രജൻ ആറ്റം എടുക്കുമ്പോൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷനും അതേപോലെ ഫോഴ്സ് ഓഫ് റിപ്പൽഷനും ഉണ്ടാവുന്നുണ്ട് അല്ലെ. ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുമ്പോൾ ഒരുപാട് ഈ ആറ്റംസിന് അടുക്കാൻ പറ്റില്ല, അതേപോലെ റിപ്പൽഷൻ ഫോഴ്സ് ഉള്ളതുകൊണ്ട് ഒരുപാട് അകന്ന് നിൽക്കാനും പറ്റില്ല. അപ്പൊ നമ്മളെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കാരണം നമുക്ക് ഒരുപാട് അടുക്കാനും പറ്റില്ല, ഒരുപാട് വിടാനും പറ്റില്ല അല്ലെ. അതാണ് നമ്മുടെ ബാലൻസി ബോണ്ട് തിയറിക്കകത്ത് ഓൾറെഡി പറയുന്നത്. അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു പർട്ടിക്കുലർ ലെന്ത് ആക്കുമ്പോൾ സ്റ്റേബിൾ ആയിട്ട് പോകുന്നുണ്ട് അല്ലെ. ഗ്രാഫ് ഇങ്ങനെ ലോയിലേക്ക് വന്നിട്ട് ഒരു പർട്ടിക്കുലറിലേക്ക് ഹൈയിൽ കയറിയിട്ട് പിന്നെ സ്റ്റേബിൾ ആയിട്ടാ പോകുന്നത് അല്ലെ. അവിടെ അങ്ങനെ പോകുന്ന ആ ലെന്തിനെ നമ്മൾ ബോണ്ട് ലെന്ത് എന്നാണ് പറയുന്നത്. ബോണ്ട് ലെന്ത്, അവിടെ ഉണ്ടാകുന്ന ബോണ്ട് എനർജി സ്റ്റേബിൾ ആയിട്ട് പോകുന്നുണ്ട്, ബോണ്ട് എനർജി എന്ന് നമുക്ക് പറയാം. ഇതാണ് ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് പറയാനുള്ളത്. അപ്പൊ ഓൾറെഡി പറഞ്ഞു, ഒരു പർട്ടിക്കുലർ മൂവ്മെന്റ്, ഒരു സ്റ്റേബിൾ ഒരു ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഫോണിനകത്ത് ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ട് നമ്മൾ എത്ര ഡിസ്റ്റൻസിൽ പോകണം, അത് കഴിഞ്ഞ് നമ്മൾ പോവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, നമ്മുടെ കണക്ഷൻസ് പോകും. അതേപോലെയാണ് ഒരു പർട്ടിക്കുലർ മൂവ്മെന്റ് വരെ ആറ്റംസ് തമ്മിൽ ഇതാക്കി കഴിഞ്ഞ് പിന്നെ ഡ്രോപ്പ് ഔട്ട് ആവില്ല, ഇങ്ങനെ തന്നെ നിൽക്കും, ഒന്നും സംഭവിക്കാതെ അവരിങ്ങനെ ഒരു സ്റ്റേബിൾ കണ്ടീഷനിൽ നിൽക്കും. അതാണ് നമ്മുടെ വാലൻസി ബോണ്ട് തിയറി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊരു 2 ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ with the help of a Flegend rule, explain why ionic compounds lithium chloride exhibit covalent character. എന്തുകൊണ്ടാണ് ലിഥിയം ക്ലോറൈഡ് കോവാലന്റ് ക്യാരക്ടർ കാണിക്കുന്നത്, അതായത് അയോണിക് കോമ്പൗണ്ട് ആയ ലിഥിയം ക്ലോറൈഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു, കാറ്റയോൺ എന്താണ്, സ്മോൾ ആയിരിക്കണം, അതേപോലെ തന്നെ ആനയോൺ എന്ന് പറയുന്നത് ലാർജ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അയോണിക് കോമ്പൗണ്ട് പോലും കോവാലന്റ് ക്യാരക്ടർ കാണിക്കുമെന്ന് പറഞ്ഞു. അതേപോലെ പിന്നെ നമ്മൾ പറഞ്ഞ കാറ്റയോണിന്റെ ചാർജ് ഹൈ ആയിരിക്കുമ്പോഴും എന്ത് സംഭവിക്കുന്നുണ്ട്, അയോണിക് കോമ്പൗണ്ട് കോവാലന്റ് ക്യാരക്ടർ കാണിക്കുമെന്ന് പറഞ്ഞു. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ ആണല്ലോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, ഡൈപോൾ മൂവ്മെന്റ് ഓഫ് NH3 ഈസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് NF3. വൈ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ NF3യും NH3യെ ഏതുകൊണ്ട് ദ ഡൈപോൾ മൂവ്മെന്റ് ഓഫ് NH3 ഈസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് NF3 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. NF3 എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു എഫ്, ഇവിടെ ഒരു എഫ്, ഇവിടെ ഒരു എഫ് അല്ലെ. ഇത് 3 പേരും ഒരേ സമയത്ത് എങ്ങോട്ട് വലിക്കുന്നുണ്ട്, നമ്മുടെ ഇലക്ട്രോൺസിനെ ഫ്ലോറിൻ വലിക്കുന്നുണ്ട്, ഒരേ സമയത്ത് വലിക്കുന്നുണ്ട്. നമ്മുടെ NH3 ആണെങ്കിൽ 3 ആൾക്കാരും മുകളിലേക്കാണ് ഇലക്ട്രോൺസിനെ വലിക്കുക അല്ലെ. വലിക്കുന്ന സമയത്ത് NF3 ആണോ NH3 ആണോ ഹയർ ആയിട്ട് നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ NH3 ആണ്. കാരണം എന്താ, ഇവിടെ μ=0 ആയി പോകും, ഇവിടെ μ=0 ആയി പോകും. ഇവിടെ ഇത് പോളാർ ആണെങ്കിൽ ഇത് പോളാർ ഫോമിലാണ്, ഇത് നോൺ പോളാർ ഫോമിലാണ് കിടക്കുന്നത് അല്ലെ. എന്തുകൊണ്ടാണ് നോൺ പോളാർ ഫോം വന്നത്, μ=0 വന്നു. ഇത് പോളാർ ഫോം എന്ന് പറയുമ്പോൾ μ=0 വന്നു. കാര്യം മനസ്സിലായല്ലോ. നമ്മൾ ഇലക്ട്രോനെഗറ്റിവിറ്റി ആയിട്ടുള്ള എലമെന്റ്സ് തന്റെ അടുത്തേക്ക് ഷെയർ ചെയ്ത ഇലക്ട്രോൺസിനെ ഡ്രാഗ് ചെയ്യും. അങ്ങനെ ഡ്രാഗ് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ ആണ് നൈട്രജൻ അത്തോട്ട് ഡ്രാഗ് ചെയ്യും ഇലക്ട്രോൺസിനെ എല്ലാവരും. അതുകൊണ്ടാണ് ഇവിടെ നോൺ പോളാർ വന്നത്. NH3 NF3യെ കാട്ടി കൂടുതലാവുന്നത് കാരണം അത് തന്നെ. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഓവർലാപ്പിംഗ് ആണ്. എന്താ പറയാൻ പോകുന്നത്, ഓവർലാപ്പിംഗ്. അപ്പൊ ഓവർലാപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത്, ഓവർലാപ്പിംഗ് മെയിൻ ആയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ SS ഓവർലാപ്പിംഗ് ഉണ്ട്, അതേപോലെ തന്നെ നമുക്കുള്ളതാണ് SP ഓവർലാപ്പിംഗ് ഉണ്ട്. അതായത് എന്തൊക്കെ SS ഓവർലാപ്പിംഗ് ഉണ്ട്, ഒന്ന്
രണ്ടാമത്തത് SP ഓവർലാപ്പിംഗ് ഉണ്ട്. 3 നമുക്ക് PP ഓവർലാപ്പിംഗ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് SS ഓവർലാപ്പിംഗ് ഉണ്ട്, SP ഓവർലാപ്പിംഗ് ഉണ്ട്, PP ഓവർലാപ്പിംഗ് ഉണ്ട്. നമുക്കറിയേണ്ടത് സിഗ്മ ഉണ്ട്, പൈയും ഉണ്ട്. ഇനി നമുക്ക് 2 ബോണ്ട് ഉണ്ട്, സിഗ്മ ബോണ്ടും ഉണ്ട്, പൈ ബോണ്ടും ഉണ്ട്. നമുക്ക് SS ഓവർലാപ്പിങ്ങും SP ഓവർലാപ്പിങ്ങും PP ഓവർലാപ്പിങ്ങും ഇതെല്ലാം സിഗ്മ ബോണ്ടാണ്. ഇവരെല്ലാം എന്ത് ബോണ്ടാണ്? സിഗ്മ ബോണ്ടാണ്. അത് മിസ് പറഞ്ഞുതരാം. അതായത് ഓവർലാപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ 2 ഓർബിറ്റ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു അറ്റോമിക് ഓർബിറ്റ്സ് തമ്മിൽ ഷെയർ ചെയ്യുന്നതാണ്. അതിനകത്ത് നമ്മൾ പറഞ്ഞു 2 എണ്ണം ഉണ്ട്, സിഗ്മയുണ്ട്, പൈയും ഉണ്ട്. ഈ സിഗ്മ എന്ന് പറയുന്നത് ആക്സിയൽ ഓവർലാപ്പിങ്ങിനെയാണ് നമ്മൾ സിഗ്മ എന്ന് പറയുന്നത്. പൈ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫിഗർ വെച്ച് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. ഇത് കണ്ടോ, ഈ SS ഓവർലാപ്പിംഗ് ഉണ്ട്, SP ഓവർലാപ്പിംഗ് ഉണ്ട്. അപ്പം നമ്മൾ പറഞ്ഞു SS ഓവർലാപ്പിംഗ് ഉണ്ട്, SP ഓവർലാപ്പിംഗ് ഉണ്ട്, PP ഓവർലാപ്പിംഗ് ഉണ്ട്. ഈ S എന്ന് പറയുമ്പോൾ റൗണ്ടിലാണ് വരിക. ഈ 2 ആൾക്കാരും കൂടെ വന്നിട്ട് ഇതാ ഇവിടെ ഇങ്ങനെ ഇവരുടെ 2 പേരെ ഹെഡുകൾ തമ്മിലായിരിക്കും ഓവർലാപ്പ് ചെയ്യുന്നത്. ഈ 2 S ഓവർലാപ്പിംഗ് എന്ന് പറയുമ്പോൾ ഈ ഇതും ഇതിന്റെ ഹെഡുകൾ തമ്മിലാണ് ഓവർലാപ്പ് ചെയ്യുന്നത്. ഇതിനെ ഒരു സിഗ്മ എന്ന് പറയാം അല്ലെ. ആക്സിയൽ എന്ന് പറയുമ്പോൾ സിഗ്മയാണ് വരുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് PP ഓവർലാപ്പിംഗ്. ഇത് പൈ ആണ് വരിക. ഇതെന്ത് പൈ ബോണ്ടാണ്, ഇത് സിഗ്മ ബോണ്ടാണ് വരിക, ഇത് പൈ ബോണ്ടാ വരിക. പൈ ബോണ്ട് വരാണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു PP ഓവർലാപ്പിംഗ് അല്ലെ. ഈ SP നമ്മൾ SS ഓവർലാപ്പിംഗിന്റെ കേസ് നമ്മൾ പറഞ്ഞു. ഈ SP ഓവർലാപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ കൂടെ നമ്മൾ ആരെ കൂട്ടും? ഇതാ ഇങ്ങനാണ് നമ്മുടെ P ഓർബിറ്റ് ഇരിക്കുന്നത്. നമ്മളിതാ ഇങ്ങനെ എഴുതുന്നതിനാണ് നമ്മൾ 8 എഴുതുന്ന പോലെ. എങ്ങനെ 8 എഴുതുന്ന പോലെ. നമ്മൾ വണ്ടിക്ക് ലൈസൻസ് എടുക്കുമ്പോൾ 8 എടുക്കില്ലേ 2 വീലറിന്, അത് എടുക്കുന്ന പോലാണ് നമ്മുടെ P ഓവർലാപ്പിങ്ങിന്റെ P ഓർബിറ്റ്സിന്റെ കേസ്. ഇങ്ങനെ വരുന്ന സമയത്ത് ഇവരുടെ 2 പേരുടെയും ഹെഡുകൾ തമ്മിൽ ഓവർലാപ്പ് ചെയ്യും. ഹെഡുകൾ തമ്മിൽ എന്ത് ചെയ്യും? ഓവർലാപ്പ് ചെയ്യും. ഇതാ ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത് ഇതാണ് നമ്മുടെ SP ഓവർലാപ്പിംഗ് എന്ന് പറയുന്നത്. SP ഓവർലാപ്പിംഗ് എന്ന് പറയുന്നത് ഇതിനെയാണ്. ഓക്കെ ആണല്ലോ. ഇതും എന്താണ്? പൈ ബോണ്ട് ആണ്. പൈ ബോണ്ട് എന്ന് പറയുന്നത് നമ്മൾ നോർമലി പഠിക്കേണ്ട ഓവർലാപ്പിംഗ് എന്ന് പറയുന്നത് SS ഓവർലാപ്പിംഗ് ഉണ്ട്, SP ഓവർലാപ്പിംഗ് ഉണ്ട്, PP ഓവർലാപ്പിംഗ് ഉണ്ട്, പിന്നെ പൈ ബോണ്ട് ആണ്. സിഗ്മ ബോണ്ട് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. സിഗ്മ ബോണ്ട് എന്ന് പറയുമ്പോൾ ഈ ആദ്യം പറഞ്ഞ 3 ആൾക്കാർ എന്താണ്? സിഗ്മ ബോണ്ടാണ്. പൈ ബോണ്ടിന്റെ കേസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മുടെ P ഓർബിറ്റ്സ് നേരെ 2 8 എഴുതുന്നതിനാണ് എന്ത് പറയുന്നത്? നേരെ 2 8 എഴുതുവാണെങ്കിൽ എന്താ? നമ്മുടെ പൈ ബോണ്ട് എത്തി. P അറ്റോമിക് ഓർബിറ്റ്സും കൂടെ ചേർന്നിട്ട് ഇതാ ഇങ്ങനെയാണ് ഇരിക്കുന്നത് നമ്മുടെ പൈ ബോണ്ട് എന്ന് പറയുന്നത്. പൈ ബോണ്ട് എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും. പൈ ബോണ്ടിന്റെ മനസ്സിലായല്ലോ. 2 ഓർബിറ്റ്സ് തമ്മിൽ ഹെഡുകൾ ഓവർലാപ്പ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഓവർലാപ്പിംഗ് എന്ന് പറയുന്നത്. SS ഓവർലാപ്പിങ്ങും SP ഓവർലാപ്പിങ്ങും PP ഓവർലാപ്പിങ്ങും എന്താ? നമ്മുടെ പൈ ബോണ്ടാണ്. ഇനി സിഗ്മ ബോണ്ടാണ്. ഇനി നമ്മുടെ പൈ ബോണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ P ഓർബിറ്റ്സ് തമ്മിൽ സ്ട്രെയിറ്റ് ആയിട്ട് എഴുതി വെക്കുന്നതിനാണ് നമ്മുടെ പൈ ബോണ്ട് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ചോദിക്കുന്നത്. ഇനി നമുക്ക് ആന്റി ബോണ്ടിങ്ങും അതേപോലെ ബോണ്ടിങ്ങും വെച്ചിട്ട് നമുക്ക് ബോണ്ട് ഓർഡറും കാര്യങ്ങളും കണ്ടുപിടിക്കാനുണ്ട്. അപ്പൊ അത് നമുക്ക് ഈ ഓവർലാപ്പിംഗ് കഴിഞ്ഞ് അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ അടുത്ത സെഷനിൽ കാണുന്നവരെ ബൈ എല്ലാവർക്കും.